ശ്ലോകം 2. സമുന്മുഖം. എപ്പോഴാണോ നന്ദഗോപര് നിലവിളിച്ചത്, ഗോപന്മാരെല്ലാവരും എഴുന്നേറ്റ് ആ പാമ്പിൻ്റെ, പെരുമ്പാമ്പിൻ്റെ അടുത്ത് വന്നു. മുഖത്തോട് നോക്കുന്ന വിധത്തിൽ അത്ര അടുത്ത് വന്നു എന്നാണ് സമുന്മുഖം. അവർ വന്ന് നോക്കിയിട്ടും പെരുമ്പാമ്പ് മാറുന്നില്ല. ഉൽമുഖൈഹി, തീക്കൊള്ളികൾ അവിടെ ധാരാളമുണ്ട്. അപ്പോൾ അവർ തീക്കൊള്ളി എടുത്തു. അഭിഗതേപി, അവർ തലയ്ക്ക് അടിക്കാൻ തുടങ്ങി. ചിലവർ ദേഹത്തിലടിച്ചു, ചിലവർ വാലിലടിച്ചു. അഭിഹതേപി തസ്മിൻ, അങ്ങനെ ആ പാമ്പ് വളരെ നേരം അടിക്കപ്പെട്ടുവെങ്കിലും ബലാദ്, എന്തെന്നില്ലാത്ത ശക്തിയോടുകൂടി അവരടിച്ചു. പക്ഷെ വിടുന്നില്ല. അമുഞ്ചതി, വിടാതെ കണ്ടു നിൽക്കണു. അപ്പോൾ തങ്ങളെക്കൊണ്ട് സാധ്യമല്ല എന്ന് ഗോപന്മാർക്ക് തോന്നി. അവർ കൃഷ്ണൻ കിടക്കുന്ന സ്ഥലത്ത് വന്ന് ഭവൽപദേനപതി, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങളിൽ വന്ന് നിപതിച്ചു, ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, പാഹി പാഹി, കൃഷ്ണ ഞങ്ങളെ രക്ഷിച്ചാലും, ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് തൈഹി, അവരെല്ലാവരും ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. തഥാ ഖലു പദാ ഭവാൻ സമുപഗമ്യ, കൃഷ്ണ അവിടെ എഴുന്നേറ്റു. സമുപഗമ്യ, എവിടെയാണോ അച്ഛൻ കിടക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് പോയി. ആ പാമ്പ് ഇപ്പോഴും അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പസ്പർശതം, അതിനെ മെല്ലെ തൊട്ടു, കാലുകൊണ്ട് തൊട്ടു. ബഭൗ സജനിജാന്തനും, അവനോ പാമ്പിൻ്റെ രൂപം മാറി. അവൻ്റെ ശരിയായ ദേഹം, നിജാം തനു, ശരിയായ ദേഹം വിദ്യാധരൻ്റെ ദേഹമാണ്. വിദ്യാധരന്മാർ സുന്ദരന്മാരാണ്, പാട്ടിലും മറ്റും കഴിവുള്ളവരാണ്. വിദ്യാധരന്മാർ, ഗന്ധർവന്മാർ, കിന്നരന്മാർ, കിംപുരുഷന്മാർ ഒക്കെ ഖേചരന്മാരാണ്. നമുക്കും ദേവന്മാർക്കും ഇടയിലുള്ള ഉപദേവന്മാരാണ് അവർ. അവനൊരു ശാപം കൊണ്ടാണ് ഈ വിധത്തിൽ വന്നിരിക്കുന്നത്. ബഭൗ സജ നിജാം തനും, അവൻ്റെ ശരിയായ ആ വിദ്യാധര രൂപത്തിൽ, ആ സുന്ദര രൂപത്തിൽ ബഭൗ പ്രകാശിച്ചു. സമുപസാദ്യ വൈദ്യാധരീം, വിദ്യാധരൻ്റെ രൂപം തന്നെ, ഏതൊരു രൂപം അവന് മുമ്പുണ്ടായിരുന്നുവോ ആ രൂപം കിട്ടിയെന്നർത്ഥം. ശാപത്തിൽ നിന്ന് മുക്തനായി. അപ്പോൾ ഗോപന്മാർ വളരെ പ്രയത്നിച്ചു. എന്തിനു വേണ്ടി? ആ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് നന്ദഗോപരെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അവർക്ക് സാധിച്ചില്ല. അപ്പോഴാണ് കൃഷ്ണൻ്റെ അടുത്ത് പോയി നമസ്കരിച്ച് പാഹി പാഹി എന്ന് പറയുന്നത്. ഇത് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ? കൃഷ്ണൻ്റെ മാഹാത്മ്യം അറിയുന്നവരല്ലേ? നമ്മളിതുപോലെയല്ലേ വേണ്ടത്? എന്ത് അപകടം വരുന്ന സമയത്തും ആദ്യം ഭഗവാനെ സ്മരിക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് ചെയ്യൂ. ഇത് നമ്മൾ ചെയ്ത് എപ്പോൾ തോൽക്കണോ അപ്പോഴാണ് ഭഗവാനെ വിളിക്കുന്നത്. പാടില്ല. ഭഗവാനെ ആദ്യം തന്നെ വിളിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നാമം ജപിക്കാൻ പറയുന്നത്. അതാണ് നാമത്തിൽ നമ്മൾ ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് നമുക്ക് അനുഭവിക്കാനുള്ളത് അത് വരും. അതിനെ ആർക്കും മാറ്റാൻ സാധ്യമല്ല. വിധിവിഹിതമേവനം ലംഘിച്ചുകൂടുമോ? അതാണ് ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുള്ളത്.
അതാണ് പൂർവ്വജന്മത്തിലെ നമ്മുടെ കർമ്മമനുസരിച്ച് നമുക്ക് അനുഭവിക്കാനുള്ളത്. പൂർവ്വജന്മത്തിൽ നാം ചെയ്തതായ സൽക്കർമ്മങ്ങളാണ് ഇവിടെ നമുക്ക് സുഖത്തെ തരുന്നത്. പൂർവ്വജന്മത്തിലെ ദുഷ്കർമ്മങ്ങളാണ് പാപമായിട്ട് വന്ന് നമുക്ക് ദുഃഖത്തെ തരുന്നത്. അതിന് മാറ്റാൻ തരമില്ല. അത് വില്ലിൽ നിന്ന് വിട്ട അമ്പ് പോലെയാണെന്നാണ് പറയുക. അത് പോയി തറയ്ക്കുക തന്നെ വേണം. അപ്പം അതിനെ മാറ്റാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി ആ ഭഗവാനെ ഭജിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പുണ്യം നല്ലവണ്ണം ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കും. പാഞ്ചാലിയും മറ്റും ചെയ്തതുപോലെ. ദുശാസനൻ വലിച്ചതായ സമയത്ത് എത്ര നേരം കിടന്ന് നിലവിളിച്ചു. തൻ്റെ ശക്തി ഉപയോഗിച്ച് ആ സാരി അഴിയാതെ കണ്ടങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. ഇനി സാധിക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് കൃഷ്ണ ദ്വാരകാനാഥ എന്ന് വിളിച്ചത്. നേരത്തെ വിളിക്കായിരുന്നില്ലേ? അപ്പം നമുക്കുള്ള പാഠമാണത്. എന്ത് ദുഃഖം വരുന്ന ആ സമയത്തും ആദ്യം ഭഗവാനെ സ്മരിക്കൂ, ഭഗവാനോട് പ്രാർത്ഥിക്കൂ. എന്നിട്ട് എന്താ ചെയ്യാനുള്ളത് ചെയ്യണം. ചെയ്യാതിരിക്കാൻ പാടില്ല. അല്ലാണ്ട് ഭഗവാൻ നോക്കുമെന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. കർമ്മം നമ്മൾ ചെയ്യുക വേണം. മറ്റേത് ഭഗവാന്റെ അനുഗ്രഹം. ആ അനുഗ്രഹം വരുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ഫലമായി പുണ്യമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തായാലും എപ്പോഴാണോ ഭഗവാൻ നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് അവരെ പ്രേരിപ്പിച്ച് എല്ലാവരും കൂടി അംബികാവനത്തിലേക്ക് വന്നതും താനും അവിടെ കൂടി ഉണ്ടായിരുന്നതും ആ വിദ്യാധരന് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അർത്ഥം. എപ്പോൾ ഭഗവാൻ സ്പർശിച്ചുവോ, ഭഗവാന്റെ പാദസ്പർശമുണ്ടായോ, അവൻ പഴയ വിദ്യാധര രൂപത്തിൽ, അതിസുന്ദരമായ രൂപത്തിൽ എല്ലാവിധ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് ആണ്, സകലവിധ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് അവനങ്ങനെ ആകാശത്ത് ശോഭിച്ചു.